മഖബറകളിലേക്ക് പോയി മമ്പുറത്തും ഷെയ്ഖ് പള്ളിയിലും പോകാതെ ഒരു സമസ്തന്റെ സമ്മേളനവും ഷെയ്ഖുനെ നേതൃത്വം കൊടുത്തിട്ടില്ല, ശംസുലുലമ നേതൃത്വം കൊടുത്തിട്ടില്ല. മമ്പുറത്ത് പോയി പറയും ഞങ്ങളെ സമ്മേളനം ഉണ്ട്, അത് വിജയിപ്പിച്ചേ. ഷെയ്ഖ് പള്ളി പോയി പറയും സമ്മേളനത്തിന് പോവാണ്, വിജയിച്ചു കിട്ടണം, ഇവിടുത്തെ ഇടപെടൽ ഉണ്ടാകണം. ഇത് പറഞ്ഞിട്ടാണ് ശംസുലുലമ നവ്വറല്ലാഹു മർഖദഹു സമ്മേളനം നടത്തിയത്. അപ്പൊ അതാണ് സമസ്തന്റെ പാരമ്പര്യം, അതാണ് സമസ്തന്റെ പാരമ്പര്യം. മഹാനായ അർമിയ ഉസ്താദ് മുശാവറയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മഹാനായ ശംസുലുലമ ഒരു വിമാനത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്നിട്ട് അർമിയ ഉസ്താദിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആ വിമാനത്തിലേക്ക് കയറിപ്പോകുന്നു. ഇതാണ് സ്വപ്നം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശംസുലുലമയുടെ കത്ത് അർമിയ ഉസ്താദിന് കിട്ടി, നിങ്ങൾ മുശാവറയുടെ ഭാഗമായി മാറണം. അങ്ങനെയാണ് മഹാനായ ശംസുലുലമയുടെ ക്ഷണപ്രകാരം അർമിയ ഉസ്താദ് മുശാവറയിൽ എത്തുന്നത്. ആലോചിച്ച് നോക്കി, അതിനൊക്കെ ഗൗരവം എത്ര, അതൊക്കെ ഒരു നിസ്സാര സംഗതിയാണ്. ഇന്ന് മുശാവറ എന്ന് പറയുമ്പോഴേക്കും പുച്ഛിച്ച് തള്ളുന്ന അലിഫ് എന്ന് മര്യാദക്ക് എഴുതാൻ കഴിയാത്ത ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അലിഫും ബാവും തിരിയാത്തോല് മുശാവറ കളിയാക്കാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ശംസുലുലമ കത്തെഴുതാണ്, നിങ്ങള് ഈ മുശാവറിന്റെ ഭാഗമാകണം. അങ്ങനെയാണ് മഹാനവർകൾ മുശാവറയിൽ ചേരുന്നത്. അവസാനം വെയ്യാതെ കെടുക്കുമ്പോഴും മുശാവറ കൂടുമ്പോ ക്ഷണം വരും. അപ്പൊ പറയും എനിക്ക് വെയ്യ, എന്നാലും ഞാൻ അവിടെ വരണല്ലോ. അങ്ങനെ വീൽ ചെയറിലാണ് അവസാന സമയത്ത് മുശാവറയിൽ പങ്കെടുത്തത്. അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എത്ര പ്രയാസപ്പെട്ടാണ് അവര് സമസ്ത കെട്ടിപ്പടുത്തത്, എത്ര പ്രയാസപ്പെട്ടാണ് അവര് സമസ്തക്ക് ഖിദ്മത്തെടുത്തത്. അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ സമസ്തയെ ബഹുമാനിക്കണം, അത്രേ പറഞ്ഞുള്ളൂ. ആ സമസ്തയെ തട്ടിക്കൊട്ടരുത്, അത്രേ പറഞ്ഞുള്ളൂ. ആ സമസ്തയെ കളിയാക്കരുത്, അത്രേ പറഞ്ഞുള്ളൂ. അതിനാണ് ഈ സ്ഥാപനം, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ ഇവിടെ പഠിപ്പിക്കുകയുമില്ല, അതല്ലാതെ ഇവിടെ പഠിപ്പിക്കൂല. അതിനാണ് ഇവിടെ കഠിനാധ്വാനം ചെയ്തത്. അള്ളാന്റെ ദീൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഒരു പൊടി വിട്ടുവീഴ്ച ചെയ്യാതെ പഠിപ്പിക്കപ്പെടണം. അതിനിവിടെ ആളുകളുണ്ടാവും. അത് എത്ര ആഹ്റുസമാനാകുമ്പോ കണ്ടമാനം എതിർപ്പുകൾ വരും. പക്ഷേ ഒരു സംഘം ആൺകുട്ടികൾ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, നമ്മളെ മക്കളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ഈ തലമുറ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. നമ്മൾ ദ്വാരന്നുകൊണ്ടിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘം ദീനിന് വേണ്ടി എക്കാലത്തും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദീന് സംരക്ഷിക്കപ്പെടും. നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിലും ദീന് സംരക്ഷിക്കപ്പെടും. നമ്മൾ കഴിച്ചിലാകാനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ദീന് കഴിച്ചിലാകാനല്ല. ദീന് കഴിച്ചിലാകാനല്ല. ഞാൻ ഈ ദീന് സംരക്ഷിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞ ഉറപ്പാണ്. അത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞ ദീന് ഞാൻ കാക്കുന്ന, നിങ്ങൾ ആരും സഹായം എനിക്ക് വേണ്ടെന്നാ. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. സുന്നത്ത് ജമാഅത്തിനെ ഞാൻ കാക്കുമെന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹ് പറഞ്ഞതാ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ദീനിനെ, കറക്റ്റ് ആശയത്തെ, ആദർശത്തെ ഞാൻ സംരക്ഷിക്കും എന്ന് അള്ളാഹ് പറഞ്ഞതാ. പിന്നെന്തിനാ നമ്മൾ ഖിദ്മത്തെടുക്കണം? നമ്മൾ കഴിച്ചിലാകാനാണ്. അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവര് വലിയ ഈമാന്റെ ഒരു വലിയ ലോകമായിരുന്നു മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയെന്ന്
ആസിമിനെ കണ്ടു പഠിച്ചോളി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ സഹാബിയാണ്. ഈ സ്വഹാബി ബദറിൽ പങ്കെടുത്തു, ഈ സഹാബി ഉഹദിലും പങ്കെടുത്തു. അങ്ങനെ ഉഹദില് ശത്രുക്കളിൽപ്പെട്ട വലിയൊരു സംഘത്തെ മഹാനായ ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വധിച്ചു. ദീനിനു വേണ്ടി വധിച്ചു അവരെ. അപ്പോ ആ കൂട്ടത്തില് സുലാഫ എന്നൊരു പെണ്ണിന്റെ 3 മക്കളെയും ഭർത്താവിനെയും ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വധിച്ചു ഉഹദ് യുദ്ധത്തിൽ. സുലാഫ എന്ന പെണ്ണിന്റെ 3 മക്കളെ ഭർത്താവിന് ഒരു പെരിന്ന് 4 ആളെ നിരത്തങ്ങോട്ട് വെട്ടി ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ. ഇതങ്ങോട്ട് കണ്ടപ്പോൾ മക്കള് പെടഞ്ഞു കിടക്കുക, ഭർത്താവ് മരിച്ചു പോയിരിക്കുക. ഈ ഒരു അവസ്ഥ സുലാഫ കണ്ടപ്പോ ഉഹദ് കഴിഞ്ഞിട്ട് സുലാഫ ജനങ്ങളോട് പറഞ്ഞ്, മുശ്രിക്കീങ്ങളോട് പറഞ്ഞ്, എന്റെ മക്കളെ കൊന്ന, എന്റെ ഭർത്താവിനെ കൊന്ന ആസിമിന്റെ തല ഏത് ആൺകുട്ടിയാണ് എനിക്ക് എടുത്തു കൊടുന്നേരാ ചോദിച്ചു. എന്റെ 3 മക്കളെ, എന്റെ ഭർത്താവിനെ കൊന്ന ആസിമിന്റെ തല ഏത് ആൺകുട്ടിയാണ് എടുത്തു കൊടുന്നേരാ ചോദിച്ചു. ആ തല അങ്ങോട്ട് കൊടുന്നാലേ ആ തലന്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ വലിച്ചിട്ട് കണ്ട് അതിന്റെ ഉള്ളിക്ക് കള്ളു പാർന്നിട്ട് ഞാൻ കുടിക്കുമെന്ന് സുലാഫ ശപഥം ചെയ്തു. മാത്രല്ല സുലാഫ പറഞ്ഞു, എനിക്ക് ആ തല അങ്ങോട്ട് കൊടുന്നാല് ഇന്റെ സ്വത്ത് മുഴുവൻ ഞാൻ ആ ആൺകുട്ടി കണ്ട് തരുന്ന. ഇതങ്ങോട്ട് കേട്ടപ്പോ മുശ്രിക്കുകളുടെ ഇളക്കി. സുലാഫ സ്വത്തുണ്ട്, കണ്ടമാന സ്വത്തുണ്ട്, ഇത് മൊത്തം കിട്ടുമെന്ന പ്രതീക്ഷയും എവിടെ ആസിമിൻ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കലായി. പിന്നെ ആ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറു സംഘത്തെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് പറഞ്ഞയക്കുന്നത്, ദീനി പ്രചരണ ദൗത്യവുമായിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയക്കുന്നത്. അവരുടെ നേതാവായിട്ട് ആസിം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ സംഘം ഇങ്ങനെ ഒരു അപരിചിതമായ സ്ഥലത്തു കൂടെ പോവാണ്. പെട്ടെന്ന് ആ നാട്ടുകാർ വളഞ്ഞു. അള്ളാഹുവിന്റെ ദീന്റെ ശത്രുക്കള് ഒരൊറ്റടിക്കട് വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങിക്കളി, അല്ലെങ്കിൽ ഞങ്ങളെ നാടാണിത്, നിങ്ങൾ കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ, ഞങ്ങൾ ഈ നാട്ടുകാർ മൊത്താണ്, നിങ്ങളെ തലപ്പ പോവും, ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കീഴടങ്ങിക്കളിയായിരുന്നു. അതിൽ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭയങ്കര ഈമാന്റെ കൊട്ടല്ലേ. ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ ഇങ്ങക്ക് കീഴടങ്ങി ഞാൻ നിങ്ങളേറ്റ് പോരാടും, ഞങ്ങൾ നിങ്ങളേറ്റ് പോരാടുന്ന. അതാണ് ആൾബലല്ല വിഷയം, ആദർശാണ് വിഷയം. ആരുണ്ട് എന്നതല്ല, നമ്മളുണ്ട് എന്നതാണ് വിഷയം. ആരുണ്ട് എന്നതല്ല, അയാളുണ്ടോ ഇയാളുണ്ടോ അത് ആദർശത്തിൽ വിഷയമല്ല. നമുക്ക് ഈമാണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അയാളുണ്ടോ, അയാൾക്കല്ല തൗഫീഖ് നൽകിയിട്ടുണ്ടാവും, അയാളില്ലേ തൗഫീഖ് നൽകിയിട്ടില്ല, നമ്മൾ വിചാരിച്ചോലൊന്നും ലിസ്റ്റിലുണ്ടാവില്ല. അത് മനസ്സിലാക്കരുത്. നമ്മൾ വിചാരിച്ചു അയാളൊക്കെ എന്തായാലും ഉണ്ടാവൂലേ, അങ്ങനെയല്ല ലിസ്റ്റ് ഉണ്ടാവുക. അള്ളാന്റെ ലിസ്റ്റ് ഉണ്ട്, കഴിച്ചിലാവും, പെട്രോളിൽ പെടും. എൻ്റെ ഒരു ഉസ്താണ്ടായിരുന്നു മലിക്കുസ്താദ്, അള്ളാഹു ഒരു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. രാത്രി ഇരുന്ന് അങ്ങനെ കരിയും, മക്കളൊന്നുമില്ല, 50 കൊല്ലം ദർസ നടത്തിയ മഹാനാണ്. ആ ഉസ്താദ് രാത്രി ഇരുന്ന് അങ്ങനെ കരിയും. എന്തിനാ കരിയണെന്ന് ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോ, എടാ അബ്ദുൽ മലിക്ക് സ്വർഗത്തുക്കുള്ള ലിസ്റ്റിലുണ്ടോന്ന് ആർക്കറിയും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് മഹാനായ മലിക്കുസ്താദ്, അള്ളാഹു ഒരു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതാണ് മുൻഗാമികളുടെ രീതി എന്ന് പറയേണ്ടത്. അല്ല ഞാനൊക്കെ കഴിച്ചിലായില്ലെങ്കിൽ പിന്നെ ആര് കഴിച്ചിലാകാനാ എന്ന മട്ടിലാ ഓരോരുത്തരെ നടത്താം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ലിസ്റ്റിൽ പെട്ടിട്ടണേ റബ്ബിന്റെ റഹ്മത്തുണ്ട് ഇറങ്ങണം. അത് ആർക്കും ഓശാനം കിട്ടുന്ന സംഭവമല്ല. അത് അവനാന്റെ പോക്കിത്തരം കൊണ്ട് കിട്ടൂല. അള്ളാന്റെ നിയമത്തിനോട് വർഷിക്കണം, റഹ്മത്തിനോട് കിട്ടണം. അള്ളാഹു നമ്മളെ കഴിച്ചിലാക്കി തരട്ടെ, ആമീൻ. അപ്പൊ ആസിം റളിയല്ലാഹു അൻഹു ചെറുസംഘല്ലേ എന്നൊന്നും വിചാരിച്ചില്ല. നാട്ടുകാർ ഒന്നിച്ചാ വന്ന്, തല പോകുന്ന ഉറപ്പാണ്. പക്ഷേ ആസിം റളിയല്ലാഹു അൻഹു വാളുങ്ങിട്ട് ഊരി, എടാ ഈ ദീന് നിങ്ങൾ കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് ശരിയാ, പക്ഷേ ഞങ്ങൾ ജീവനുള്ള കാലത്ത് നിങ്ങൾക്ക് കീഴടങ്ങാനുള്ള പ്രശ്നമില്ല, ഞങ്ങൾ നിങ്ങളായിട്ട് യുദ്ധം ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസിം റളിയല്ലാഹു അൻഹു വാളങ്ങട്ട് ഊരി. എന്നിട്ട് അപ്പൊ ആസിം റളിയല്ലാഹു അൻഹു ഓർത്തു, സുലാഫ
ഒരു ശപഥം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇന്റെ തല പോയാ ആസിമുറുല്ലാന്റെ തല അങ്ങോട്ട് എടുത്തുകാണ്ട് ഒരാൾ സുലാഫക്ക് കൊടുക്കുകയാണെങ്കിൽ ഓളെ സ്വത്ത് മൊത്തം അയാൾക്കാണ്. അപ്പോ ആസിമുറുല്ലാൻ അത് ഓർമ്മ വന്നു. മൂപ്പരെ തല എടുത്ത് കൊണ്ടുപോകുന്ന ആസിമുറുല്ലാന് ബോധ്യം വന്നു. അപ്പൊ ആസിമുറുല്ലാൻ ആ സമയത്ത് പഠിച്ചോനെ എന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനിതാ ഇവരുമായി യുദ്ധത്തിനിറങ്ങുകയാണ്. എന്റെ മയ്യത്ത് പഠിച്ചവനെ ഇവർക്ക് തൊടാൻ കൊടുക്കരുത് റബ്ബേ. ആലോചിക്കണം, ഈ കിതാബിലുള്ളതാ, ആയിരക്കണക്കിന് കിതാബിൽ ഈ സംഭവം ഉണ്ട്. ആസിമുറുല്ലാന് ദ്വാരക്കാണ്, പഠിച്ചോനെ ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ ഇന്റെ തലെടുത്ത് കൊണ്ടുപോകാൻ ആളുകൾ വരിക്കാണ്. പഠിച്ചോനെ ഇന്റെ ശരീരം ഒരു മുശ്രിക്കിനെ കൊണ്ട് തൊടിക്കരുത് റബ്ബേ. ഇന്റെ ശരീരം അവർക്ക് കൊടുക്കരുത് റബ്ബേ. ഞാൻ നിന്റെ ദീനിനെ സംരക്ഷിച്ച പോലെ എന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ റബ്ബേ എന്ന് മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ചോക്കണം. ആസിമിന് സാബിത്ത് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യ, പഠിച്ചോനെ നിന്റെ ദീനിനെ ഞാൻ സംരക്ഷിച്ച പോലെ എന്റെ ശരീരത്തെയും നീ സംരക്ഷിക്കണമേ. ഈ ശത്രുക്കൾക്ക് എന്റെ ശരീരത്തെ നീ കൊടുക്കരുതേ. എന്റെ തലെടുത്ത് കൊണ്ടുപോയി സുലാഫക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവര്. പഠിച്ചോൻ എന്റെ ശരീരത്തെ ഓൽക്ക് കൊടുക്കരുത് റബ്ബേ എന്നങ്ങ് ദുആ ചെയ്തു. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ആസിം റളിയല്ലാഹു അൻഹു ഷഹീദായി. ശത്രുക്കൾ ഇതറിഞ്ഞപ്പോ ഓടി വന്നു ഈ ശരീരം എടുക്കാൻ വേണ്ടിയിട്ട്, ശരീരം പീസാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ തലയോട്ടിയേറ്റ് സുലാഫന്റെ അടുത്തേക്ക് ചെന്നാല് സുലാഫ തലയോട്ടിൽ കള്ള് പറന്ന് കുടിക്കാൻ കാത്തുക്കണം. അങ്ങനെ തലയോട്ടിട്ടാണ് ചെന്നാൽ സുലാഫന്റെ സ്വത്ത് മൊത്തം ആ വ്യക്തിക്ക് കിട്ടും. അപ്പോ മുശ്രിക്കീങ്ങൾ ഓടിങ്ങട്ട് വന്നു ആരടുത്തേക്ക്? മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിനടുത്തേക്ക്. അവർ ഷഹീദായി വീണ് കിടക്കാണ്. അപ്പോ മുശ്രിക്കീങ്ങൾ ഓടിങ്ങട്ട് വന്നു. ഓടി വന്ന് നോക്കുമ്പോ മഹാനായ ആസിം റളിയല്ലാഹുവിന്റെ അടുത്ത് മുഴുവൻ തേനീച്ച കൂട്ടം. ഇത് കിതാബിലുണ്ട്, ഇത് കിതാബുകളിലുണ്ട്. ആസിം റളിയല്ലാഹുവിന്റെ ശരീരത്തിന് ചുറ്റും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തേനീച്ച. അടുക്കാൻ കഴിയുന്നില്ല. നമ്മളിത് പറയുമ്പോഴേ തേനീച്ചയെന്ന് വിചാരിക്കും. 3 ദിവസം മുമ്പാണ് ആയിരക്കണക്കിന് തേനീച്ച കുത്തിയിട്ട് 20 ചില്ലറ വയസ്സുള്ള ഒരു ചെക്കൻ സ്വാബിർ എന്ന് പറയുന്ന, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, പെടഞ്ഞു മരിച്ചത്. ചില്ലറ സാധനല്ല, ചില്ലറ സാധനല്ല തേനീച്ച. 1500 കൊല്ലം മുമ്പ് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് തേനീച്ച പറന്നുവെന്ന് അഇമ്മത്ത് കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. തേനീച്ച ചില്ലറ സംഭവമല്ല, അത് മലന്തേനീച്ചയാണ് വന്നത്. ശരീരത്തിൽ ഒരു പോയിന്റ് ഞാൻ കുത്താത്ത്. അല്ലാഹു സഹോദരൻ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അല്ലാഹു ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആസിം റളിയല്ലാഹു ദ്വാരുന്നത്, പഠിച്ചോനെ ഞാനിവിടെ ഷഹീദായ ഇന്റെ തല പീസാക്കിയിട്ട് സുലാഫിന്റെ അടുത്ത് കൊണ്ടുപോകാൻ നിൽക്കണ് വരും. ഇന്റെ തടി റബ്ബേ ഇജ്ജ് മുശ്രിക്കീങ്ങൾക്ക് കൊടുക്കരുത് റബ്ബേ. എന്റെ ശരീരം അവരെ കയ്യിലെത്തിക്കരുത് റബ്ബേ. പഠിച്ചോനെ നിന്റെ ദീൻ ഞാൻ സംരക്ഷിച്ച പോലെ, ഞാൻ സംരക്ഷിക്കാൻ ശ്രമിച്ച പോലെ റബ്ബേ എന്റെ ശരീരത്തെയും നീ സംരക്ഷിക്കണേ അല്ലാ എന്ന് ആസിം റളിയല്ലാഹു ഷഹീദാകുന്നതിന് മുമ്പ് ദുആ ചെയ്തു. അല്ലാഹു ആ ദുആക്ക് ഇജാബത്ത് നൽകി. തേനീച്ച കൂട്ടം കണ്ടു വന്ന് ആയിരക്കണക്കിന് മുശ്രിക്കീങ്ങൾ വന്നിട്ട് മയ്യത്ത് തൊടാൻ കഴിയണില്ല. തേനീച്ച കുത്ത ഓടി. 1500 കൊല്ലം മുമ്പാണ് ഈ തേനീച്ച കുത്തുണ്ടത്. 2025 തേനീച്ച കുത്തുണ്ട് ഇപ്പോഴും. മരണം വരെ നടന്നു. നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഞാൻ ആ പറയുന്നത്. തേനീച്ച ചില്ലറ പട്ടാളല്ല, തേനീച്ച അള്ളാഹുവിന്റെ പട്ടാളാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർള്. അള്ളാഹ്ക്ക് പട്ടാളങ്ങളുണ്ട്, എല്ലാ ലോകത്തും പട്ടാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പട്ടാളാണ് തേനീച്ച. ആ പട്ടാളത്തെയാണ് അള്ളാഹ് വിട്ടത് ആസിം റളിയല്ലാഹുവിന്റെ ശരീരം, തിരു ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി. തൊടാൻ പറ്റിയില്ല. അതിൽ ഓല് പറഞ്ഞ്, കാരണം സുലാഫന്റെ സ്വത്ത് മൊത്തം കിട്ടല്ലേ, ഓല് പറഞ്ഞ് നമുക്ക് അങ്ങനെ പോണ്ട,
നമ്മൾ രാത്രി വരെ കാത്തുക്കുക, രാത്രി ആവുമ്പോ തേനീച്ച പോകുന്നത്. പക്ഷെ രാത്രിയായപ്പോ ഭയങ്കര മഴ, അതിശക്തമായ മഴ. ആ മഴയിൽ മഹാനായ ആസിം റളിയല്ലാഹുവിന്റെ ശരീരം അല്ലാഹു മറവ് ചെയ്തു. ഇവരറിയാത്ത സ്ഥലത്ത് ഒലിച്ചു പോയി. അല്ലാഹു മറവ് ചെയ്തു. മുശ്രിക്കീങ്ങൾക്ക് ആ ശരീരം കിട്ടിയില്ല. ഇതാണ് ദുആ, ഇതാണ് ദുആ. ആദർശത്തിന് വേണ്ടി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ സഹായം നേരിറങ്ങുകയാണ്. വലഖദ് നസറക്കുമുല്ലാഹു ബി ബദർ വഅൻതും അദില്ല. അവിടെയാണ് പോയിന്റ്. വഅൻതും അദില്ല. ആദർശമുള്ള ചെറുസംഘമാണ് നിങ്ങൾ. നിങ്ങള് തവക്കുലിന്റെ മഹാസ്തംഭങ്ങളായാണ് ബദറിൽ വന്നിട്ടുള്ളത്. മുതവക്കിലീങ്ങളാണ് നിങ്ങൾ. ദുന്യവിയായ ഒരു ചുക്കും നിങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെ വന്ന ആൺകുട്ടികളാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്. ബദറിൽ ഏറ്റെടുത്തു. എന്തുകൊണ്ട്? അന്തും അതില്ല. ദുന്യാവിന്റെ 1% നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇന്ന് അത് കയറിയതാണ് പ്രശ്നം. അതിന്റെ ശതമാനം കൂടിയതാണ് പ്രശ്നം. അതൊരു പൊടി വാന്തും അതില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥത ഒരു പൊടി ദുന്യാവ് കയറാത്ത 313 മഹാരഥന്മാർ. അതുകൊണ്ടാണ് ഇഅ്മലു മാ ശിഅ്തും, നിങ്ങൾ എന്താച്ച ചെയ്തോളി എന്ന് ലോകത്ത് അതുല്യ വിഭാഗം. അങ്ങനെ അല്ലാഹ് പ്രത്യേക സർട്ടിഫിക്കറ്റ് കൊടുത്ത, സനത് കൊടുത്ത ഒരൊറ്റ വിഭാഗം അത് ബദരീങ്ങളാണ് റളിയല്ലാഹു അൻഹും. അവരൊക്കെ വഴിയിലാണ്, അവരൊക്കെ വെളിച്ചം കാണിച്ച രീതിയിലാണ് മഹാനായ അർമിയ ഉസ്താദ് വെളിച്ചം കാണിച്ചത്. മഹാനായ അർമിയ ഉസ്താദ് വെളിച്ചം കാണിച്ചത്. അതുകൊണ്ടാണ് വെയ്യാത്ത സമയത്തും മുശാവറയെ ബഹുമാനിച്ചുകൊണ്ട് വീൽ ചെയറിൽ മുശാവറയിൽ പങ്കെടുത്തത്. ആ മുശാവറയോടുള്ള ബഹുമാനം, ആരൊക്കെ ഇരുന്ന കസാരയാണത് എന്ന ബോധം, എന്ന ചിന്ത, അതിന്റെ ഗൗരവം, അതുകൊണ്ടാണ് വെയ്യാതെ ഇരിക്കുമ്പോഴും മുശാവറയിൽ പങ്കെടുത്തത്. കാരണം അവരെ മുശാവറയിൽ ചേർക്കുന്നത് മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദാ. ഇവരൊക്കെ മദദ് അല്ലാഹു നമുക്ക് തരട്ടെ. പലയിടത്തും മഹാന്മാരുടെ നേർച്ചകൾ